ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കുന്നത് 8ാം ക്ലാസ്സിലെ ഗണിതം ക്വസ്റ്റ്യൻ പേപ്പറാണ്. 8ാം ക്ലാസ്സിൻ്റെ ഗണിതം ഹാഫ് ഇയർലി എക്സാമുമായി ബന്ധപ്പെട്ട മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ, അതായത് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെടുത്തിയ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. മോഡൽ എക്സാം ആണ്. അപ്പോൾ എല്ലാവരും എക്സാം എഴുതാൻ ശ്രമിക്കുക. പാഠഭാഗത്തു നിന്ന് തന്നെയാണ് നമ്മൾ ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇത് മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇംഗ്ലീഷ് മീഡിയംകാരുടെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയം വീഡിയോയും നമ്മുടെ ചാനലിൽ ലഭ്യമായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ക്ലാസ് 8 ഗണിതം സെക്കൻഡ് ടേം മോഡൽ എക്സാം അഥവാ ഹാഫ് ഇയർലി മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ. ആദ്യ ചോദ്യം: ഒരു പുസ്തകത്തിൻ്റെ വില ഒരു പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടുതലാണ്. ഒരു പെൻസിലിൻ്റെ വില ഈ പേനയുടെ വിലയേക്കാൾ 2 രൂപ കുറവാണ്. ഒരാൾ 5 പുസ്തകവും 2 പേനയും 3 പെൻസിലും വാങ്ങി. ആകെ 54 രൂപയായി. ഓരോന്നിൻ്റെയും വില എന്താണ്? 2. കാലണ്ടറിൽ 4 സംഖ്യകളുള്ള ഒരു സമചതുരം അടയാളപ്പെടുത്തി. അതിലെ സംഖ്യകളെല്ലാം കൂട്ടിയപ്പോൾ 80 കിട്ടി. സംഖ്യകൾ എന്തൊക്കെയാണ്? മൂന്നാമത്തെ ചോദ്യം: ചുവടെ പറയുന്നതിൻ്റെ എല്ലാം ആൻസർ കണ്ടുപിടിക്കണം. -4 + 9, -9 + 4, -15 + 8, -8 + 15, -2 +3/4, -3/4 + 1/2. 4. ചിത്രത്തിൽ ഒരു ചതുരത്തിന്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് ഒരു ചതുർഭുജം വരച്ചിരിക്കുന്നു. ക്വസ്റ്റ്യൻ: ഈ ചതുർഭുജത്തിന്റെ വികർണങ്ങൾ ചതുരത്തിന്റെ വശങ്ങൾക്ക് സമാന്തരമാണോ? എന്തുകൊണ്ട്? 2. ഈ ചതുർഭുജം സമഭുജ സാമാന്തരികമാണോ? എന്തുകൊണ്ട്? 5. ചുവടെ പറഞ്ഞിരിക്കുന്ന ഓരോ ജോഡി അളവുകളിലും ചെറുതും വലുതും തമ്മിലുള്ള അംശബന്ധം കണക്കാക്കുക. 4 മീറ്റർ, 12 മീറ്റർ, 8 ലിറ്റർ, 20 ലിറ്റർ, 20 കിലോഗ്രാം, 25 കിലോഗ്രാം. ആറാമത്തെ ചോദ്യം: ഒരു പാത്രത്തിൽ 4 ലിറ്ററും മറ്റൊരു പാത്രത്തിൽ 14 ലിറ്ററും വെള്ളമുണ്ട്. ഒന്നാമത്തെ ചോദ്യം: ആദ്യത്തെ പാത്രത്തിലെയും രണ്ടാമത്തെ പാത്രത്തിലെയും വെള്ളത്തിന്റെ അളവുകൾ തമ്മിലുള്ള അംശബന്ധം എന്താണ്? 2. ഓരോ പാത്രത്തിലും 1 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചാൽ ഈ അംശബന്ധം എന്താകും? ഏഴാമത്തെ ചോദ്യം: 4 മട്ടത്രികോണങ്ങൾ എല്ലാറ്റിനും ലംബവശങ്ങളുടെ അംശബന്ധം 3:4 ആണ്. ഓരോ ത്രികോണത്തെക്കുറിച്ചും മറ്റൊരു വിവരം കൂടി ചുവടെ കൊടുത്തിരിക്കുന്നു. ഓരോ ത്രികോണത്തിന്റെയും വശങ്ങളുടെ എല്ലാം നീളം കണക്കാക്കുക. ഒന്നാമത്തെ: ലംബവശങ്ങളുടെ നീളം തമ്മിലുള്ള വ്യത്യാസം 24 മീറ്റർ. 2. ചുറ്റളവ് 24 മീറ്റർ. 3. പരപ്പളവ് 24 ചതുരശ്ര മീറ്റർ. 4. കർണം 24 മീറ്റർ. 8. ഒരു ചതുരപ്പെട്ടിയുടെ നീളവും വീതിയും ഉയരവും തമ്മിലുള്ള അംശബന്ധം 2:3:5 ആണ്. അതിന്റെ വ്യാപ്തം 3750 ഘന സെന്റിമീറ്ററും. നീളവും വീതിയും ഉയരവും കണക്കാക്കുക. 9. ചുവടെയുള്ള ചിത്രങ്ങളിൽ ഒരു ത്രികോണത്തിന്റെ മുകളിലെ മൂലയും താഴത്തെ വശത്തിന്റെ മധ്യബിന്ദുവും യോജിപ്പിച്ച ശേഷം ഈ വരയെ 2:1 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്ന ബിന്ദുവുമായി മറ്റു 2 മൂലകൾ യോജിപ്പിച്ചിരിക്കുന്നു. മൂന്നാമത്തെ ചിത്രത്തിലെ 3 ത്രികോണങ്ങളുടെയും പരപ്പളവ് വലിയ ത്രികോണത്തിന്റെ പരപ്പളവിന്റെ എത്ര ഭാഗമാണ്? 10. ചുവടെ ദശാംശ രൂപത്തിൽ എഴുതിയിരിക്കുന്ന സംഖ്യകളെയെല്ലാം ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതുക. 0.1, 0.01, 0.11, 0.101, 0.0101. 11. 1/10, 11/100, 111/1000 എന്നിങ്ങനെയുള്ള സംഖ്യകൾ 1/9 അടുത്തടുത്ത് വരുമെന്ന് തെളിയിക്കുക. 2. 1/9, 2/9, 3/9, 4/9, 5/9, 6/9, 7/9, 8/9 എന്നിവയുടെ ദശാംശ രൂപങ്ങൾ കണ്ടുപിടിക്കുക. 3. 2/3 ദശാംശ രൂപം എന്താണ്? ഇനി ആൻസർ കീ ആണ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ചോദ്യം എല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്ക് അടിസ്ഥാനത്തിൽ തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആധാരമാക്കി തന്നെ ആയിരിക്കും എപ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. ചോദ്യത്തിൻ്റെ നമ്പറോ അതല്ലെങ്കിൽ അതിൻ്റെ പാറ്റേണിൽ മാത്രമേ വ്യത്യാസം ഉണ്ടായിരിക്കുള്ളൂ. ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും ഏകദേശം എല്ലാം വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് എപ്പോഴും ബുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം.
പേനയുടെ വില എക്സ് രൂപയാണെങ്കിൽ പുസ്തകത്തിന്റെ വില x+4, പെൻസിലിന്റെ വില x-2. അങ്ങനെ എടുത്തു. നമ്മൾ ഒന്നാമത്തെ ചോദ്യമാണ്. 5 പുസ്തകം, 2 പേന, 3 പെൻസിൽ. അപ്പോൾ ആകെ വില എന്ത് ചെയ്യുക? 5x+4, 2x, 3x-2. അപ്പോൾ 54 നമുക്ക് കിട്ടും. എല്ലാം കൂടി നമ്മൾ ബ്രാക്കറ്റിൽ നിന്ന് പുറത്തെടുത്ത് ചെയ്യണം. ഈ 5 × x 5x, 5 × 4 20. 2x അതേപോലെ എഴുതി. 3 × x 3x, 3 × 2 6 = 54. ഇനി എക്സിന്റെ ആൾക്കാരെയൊക്കെ ഒരു ഗ്രൂപ്പ് ആക്കുക. 5, 6, 7, 8, 9, 10. എക്സ് വരുന്ന ആൾക്കാരെല്ലാം കൂട്ടുമ്പോൾ നമുക്ക് 10 കിട്ടും. ബാക്കി 20ഉം 6 മൈനസ് ചെയ്താൽ 14 കിട്ടും. = 54. 10x പുറത്തിടുക, ഇതിനെ അപ്പുറത്ത് കൊണ്ടുപോവുക. 54 14 പോയാൽ 40 ആണ്. 10x 40 ആണെങ്കിൽ എക്സ് എന്ന് പറയുമ്പോൾ 40/10 ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 4 കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പേനയുടെ വില 4 രൂപ എന്ന് കിട്ടി. പുസ്തകത്തിന്റെ വില എക്സിന്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 4+4 8 എന്ന് കിട്ടി. പെൻസിലിന്റെ വിലയും x-2 എക്സിന്റെ അവിടെ പുട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 4 - 2 2 എന്ന് കിട്ടി. അപ്പോൾ പുസ്തകത്തിന്റെ വില 8 രൂപ, പേനയുടെ വില 4 രൂപ, പെൻസിലിന്റെ വില 2 രൂപ. രണ്ടാമത്, കാലണ്ടറിൽ അടുത്തടുത്തുള്ള 4 സംഖ്യകൾ ഒരു സമചതുരത്തിൽ അടയാളപ്പെടുത്തുമ്പോൾ അവ താഴെ പറയുന്ന രീതിയിലായിരിക്കും. ഇതാണ് നമ്മുടെ കാലണ്ടർ ബോക്സ്. x, x+1, x+7, x+8. 4 സംഖ്യകളും കൂടി കൂട്ടിയാൽ 80 ആണെന്ന് നമുക്കറിയാം. അപ്പം നമ്മൾ എന്ത് ചെയ്തു? അതുപോലെ എഴുതി വെക്കുക. x, x+1, x+7, x+8 = 80 എന്ന് എഴുതി. എത്ര എക്സുകൾ ഉണ്ട് ഇതിൽ? 1, 2, 3, 4. ആ 4x എഴുതി അല്ലേ? എത്ര നമ്പറുകളെല്ലാം കൂടി കൂട്ടുക കേട്ടോ. 7 1 8, ഈ 8 8 16. അപ്പം 4x + 16 = 80. അതേപോലെ ഇറക്കി എഴുതുക. ദെൻ ഇനി 4x പുറത്തിടുക. +16 = അപ്പുറത്ത് പോകുമ്പോൾ -16 ആവും കേട്ടോ. അപ്പോൾ 80 ൽ 16 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 64 കിട്ടും. 4x = 64 ആണ്. x = 64/4 ചെയ്യുമ്പോൾ നമുക്ക് 16 ആൻസർ കിട്ടും. അപ്പോൾ ആദ്യ സംഖ്യ 16 കിട്ടി. രണ്ടാമത്തെ സംഖ്യ 17. പിന്നെ x+7, എക്സിൻ്റെ അവിടെ 16 പ്ലസ് ചെയ്താൽ മതി, 23. നാലാമത്തെ സംഖ്യ 24. ഓക്കെ. ഇനി നമുക്ക് ചുവടെ പറയുന്നവ കണ്ടുപിടിക്കാനാണ്. ആദ്യത്തിൻ്റെ ആൻസർ 5, രണ്ടാമത് -5, 3 -7, 4 7. 5 പറയാം. 5ഉം 6ഉം 5 ചെയ്യുമ്പോൾ ഇതുപോലെയാണ്. -1/2. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. -1/2 + 3/4. നിങ്ങൾ ഈ സ്റ്റെപ്പ് ഇട്ടിട്ട് ചെയ്യണേ കുറച്ചും കൂടി നിങ്ങൾക്ക് മാർക്ക് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. -1/2 + 3/4. ഇങ്ങനെ ചെയ്യാം കേട്ടോ. അതായത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ -1/2 + 3/4 എഴുതുക. ഇതുപോലെ ക്രോസ് ആയിട്ട് ഇൻഡു ചെയ്യുക. -4 + 6 വരും. ബൈ അടിയിലുള്ളത് 24 8. മൈനസും പ്ലസും മൈനസ് ആവും. 6ഉം 4 പോയാൽ 2. അപ്പോൾ നമുക്ക് 2/8 വരും. 2/8 ഒന്നും കൂടി നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക. 2ന്റെ ഗുണനപ്പട്ടികയിൽ 2 ഒരു പ്രാവശ്യം, 8 4 പ്രാവശ്യം, 1/4. ഇങ്ങനെയും ചെയ്യാം. ഞാൻ ഈ ചെയ്തിരിക്കുന്ന പോലെയും ചെയ്യാം കേട്ടോ. ഇതൊന്നുകൂടി കാട്ടിത്തരാം. -3/4 + 1/2 ചെയ്യുമ്പോൾ നമുക്ക് ഈ 3ഉം 23 6. 3 × 2 ചെയ്യുക, 4 × 1 ചെയ്യുക കേട്ടോ. അപ്പോൾ എന്ത് വരും? മൈനസും പ്ലസും മൈനസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് പക്ഷെ വലിയ നമ്പറിൻ്റെ കൂടെ മൈനസ് ആയതുകൊണ്ട് ആൻസർ വര വരുന്നു. -2/8 വരും. അപ്പോൾ -1/4 വരും. ഇനി ഈ നാലാമത്തെ ആൻസർ, ഈ ചതുർഭുജത്തിന്റെ വികർണങ്ങൾ ചതുരത്തിന്റെ വശങ്ങൾക്ക് സമാന്തരമാണോ ചോദിച്ചാൽ അതെ, സമാന്തരമാണ്. ചതുരത്തിന്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചുണ്ടാക്കുന്ന ചതുർഭുജം ഒരു സാമാന്തരികമാണ്. ഈ സാമാന്തരികത്തിന്റെ വികർണങ്ങൾ യഥാർത്ഥ ചതുരത്തിന്റെ വശങ്ങൾക്ക് സമാന്തരമായിരിക്കും. ഓക്കെ, അങ്ങനെ വരും. ഈ ചതുർഭുജം സമഭുജ സാമാന്തരികമാണോ ചോദിച്ചാൽ അതെ, സമഭുജ സാമാന്തരികമാണ്. ചതുരത്തിന്റെ എതിർവശങ്ങൾ തുല്യമായതിനാൽ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന സാമാന്തരികത്തിന്റെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. അതിനാൽ ഇത് ഒരു സമഭുജ സാമാന്തരികമാണ്. ഇനി അഞ്ചാമത്തേന്റെ ആൻസർ എന്ത് വരും? ആദ്യത്തെ വരുന്നത് 4 മീറ്ററും 12 മീറ്ററിനെയും നമ്മൾ
അംശബന്ധത്തിലേക്ക് ആക്കുക. 4:12 എന്ന് പറയുമ്പോൾ 4ന്റെ ഗുണനപ്പട്ടികയിൽ 4 എത്ര പ്രാവശ്യം? ഒരു തവണയും, 12 3 പ്രാവശ്യം. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. 8ഉം 20നെയും നമ്മൾ 8ഉം 20ഉം രണ്ടും പോകുന്നത് 4ന്റെ ടേബിളിൽ തന്നെയാണ്. 2ഉം 5ഉം ഗുണനപ്പട്ടിക അറിയുകയാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ വരുന്നത് 4:5 ആണ്. ഇനി 6 ഒന്നാമത്തെ വരുന്നതിന്റെ ആൻസർ വരുന്നത് 2/7 കേട്ടോ. ആദ്യത്തെ പാത്രത്തിൽ 4 ലിറ്ററും രണ്ടാമത്തെ പാത്രത്തിൽ 14 ലിറ്ററുമാണ് വെള്ളമുള്ളത്. അംശബന്ധം 4/14 2:7 ആയിരിക്കും. 6:2 എന്ന് പറയുമ്പോൾ ഓരോ പാത്രത്തിലും 1 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചാൽ ആദ്യ പാത്രത്തിൽ 5 ലിറ്ററും രണ്ടാമത്തെ പാത്രത്തിൽ 15 ലിറ്ററും. അപ്പൊ 5:15 അല്ലേ? അതിന് ഒന്നും കൂടി 5ന്റെ ഗുണനപ്പട്ടികയിൽ 5 ഒരു പ്രാവശ്യവും 15 3 പ്രാവശ്യവും ഇങ്ങനെയും പോകും കേട്ടോ. 1:3. ഇനി ഏഴാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ലംബവശങ്ങളുടെ അംശബന്ധം 3:4 ആയതുകൊണ്ട് വശങ്ങൾ 3x 4x എന്നിങ്ങനെ എടുക്കാം. കാരണം പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ച് നമുക്ക് 3x² + 4x² ചെയ്യുക = 5x അവിടെ ഉണ്ട്. ലംബവശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 24 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4x 3x പോയ 1x ആണ്. 1x = 24 വരും. എക്സിന്റെ വില 24. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. 1:3 ലംബവശം 3 × 24 72 മീറ്റർ. അടുത്തത് 96 മീറ്റർ. കാരണം 120 മീറ്റർ. അപ്പോൾ 72 96 120 എന്ന് വരും. രണ്ടാമത്തതിന്റെ ആൻസർ ഇതാണ്. 3x + 4x + 5x = 24 ആണ്. അപ്പോൾ എക്സിന്റെ വില 2 ആയതുകൊണ്ട് തന്നെ 6 മീറ്റർ 8 മീറ്റർ 10 മീറ്റർ ഇങ്ങനെ വരും കേട്ടോ. ഇതിന്റെ ഒന്നും നിങ്ങൾ നോക്കിക്കോളൂ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. നോക്കിയോ എങ്ങനെയാണ് വരുന്നത്? ചുറ്റളവ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നോക്കുക കേട്ടോ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് പരപ്പളവ് 24 മീറ്റർ ചതുരശ്ര മീറ്റർ തന്നിരിക്കുന്നതാണ്. അതിൽ വശങ്ങൾ 3x 4x 5x എന്നിങ്ങനെയാണ് എടുക്കുക. പരപ്പളവ് പരപ്പളവ് 24 ചതുരശ്ര മീറ്റർ ആണെന്ന് നൽകിയിട്ടുണ്ട്. മട്ടത്രികോണത്തിന്റെ പരപ്പളവ് എങ്ങനെ വരും? 1/2 × x ആണ്. അപ്പോൾ 1/2 × 3x × 4x കൊടുക്കണു. അതെന്തെന്ന് വരും? 24 എന്ന് വന്നിട്ടുണ്ട്. 12x² 2 24 ആണ്. 12/2 ചെയ്യുമ്പോൾ നമുക്കത് 6x ആയിട്ട് മാറി. (6x²) അപ്പോൾ നമ്മൾ ഹരിച്ച് കഴിയുമ്പോൾ 12/2 ചെയ്യുമ്പോൾ 6 വരും. 6x² 24 ആണെങ്കിൽ x² = 24/6. 24 6 പോയി കഴിഞ്ഞാൽ എന്താന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? (6 4) x² 4 ആണെങ്കിൽ x എന്തായിരിക്കും? x = √4. √4 എന്ന് പറയുന്നത് 2 ആണ്. നെക്സ്റ്റ് വരുന്നത് x 2 ആയതുകൊണ്ട് വശങ്ങളുടെ നീളങ്ങൾ അടുത്തത് 3 × 2 6 മീറ്ററും 4 × 2 8 മീറ്റർ 5 × 2 10 മീറ്റർ എന്ന് വരും. 6 8 10. പിന്നെ നാലാമത്തെ കാരണം 24 മീറ്റർ ആണെങ്കിൽ വശങ്ങൾ 3x 4x 5x എന്നിങ്ങനെ എടുക്കുക. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഓരോന്നിനും കർണം 24 മീറ്റർ എന്നാണ്. അപ്പോൾ 5x ആണ് ഈ കർണത്തിന്റെ വരിക. അപ്പോൾ 5xൽ 24 കൊടുക്കുക. x = 24/5 4.8 മീറ്റർ എന്നാണ് വരിക. ഇതുപോലെ. അപ്പോൾ x 4.8 ആണെങ്കിൽ നമ്മൾ ഈ എക്സിന്റെ ഭാഗത്തൊക്കെ 4.8 ഇട്ട് ഗുണിക്കണം കേട്ടോ. 3 × 4.8 14.4. അതേപോലെ 4 × 4.8. അതേപോലെ 5 × 4.8 എല്ലാം ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പോയിന്റ് വന്ന അതിന്റെ അർത്ഥം എന്താ അറിയോ? 14 മീറ്ററും 40 സെന്റിമീറ്ററും 19 മീറ്ററും 20 സെന്റിമീറ്ററും 24 മീറ്ററും പിന്നെ സെന്റിമീറ്റർ ഇല്ല 24 മീറ്റർ. അപ്പോൾ 14 മീറ്റർ 40 സെന്റിമീറ്റർ 19 മീറ്റർ 20 സെന്റിമീറ്റർ 24 മീറ്റർ ഇങ്ങനെയാണ് നമ്മുടെ ഉത്തരങ്ങൾ നമുക്ക് വരിക. ഇനി 8
ചതുരപ്പെട്ടിയുടെ നീളവും വീതി ഉയരവും അംശബന്ധത്തിലാണ്, 2:3:5 അപ്പം നമ്മൾ നീളം 2x, ഈ അംശബന്ധം ഒക്കെ നമ്മൾ നമ്പർ അല്ലാന്ന് ഓർക്കണം. ഇതെല്ലാം ഒരു പ്രതീകങ്ങളാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു നമ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഇല്ലാത്ത പക്ഷം നമ്മൾ 2x 3x 5x എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ. ഇനി നമ്മളതിൻ്റെ വ്യാപ്തം കണക്കാക്കണം. അപ്പോൾ ചതുരപ്പെട്ടിയുടെ വ്യാപ്തം നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഗുണനഫലം അവരവിടെ തന്നിട്ടുണ്ട്, 3750 തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ 2 × 3 × 5 എന്തെന്ന് എഴുതുക, 3750 എന്ന് എഴുതുക. എന്നിട്ട് നമ്മൾ അത് കൂട്ടുക, ആ 2 × 3 അത് കൂട്ടുമ്പോൾ നമുക്ക് 30 കിട്ടും. 30 എക്സും ഇൻറ്റു ചെയ്യണം കേട്ടോ, 3 എക്സും ഉണ്ടല്ലോ, അപ്പോൾ x³ 30 x³ ആണ് ഈ 3750. ഇനി നമ്മൾ x³ പുറത്തിട്ടിട്ട് എന്ത് ചെയ്യണു, 3750/30 ചെയ്യണു. ഇത് രണ്ടും കട്ടായി പോവും. 375/3 ചെയ്യുമ്പോൾ നമുക്ക് 125 കിട്ടും. 125 എന്ന് പറയുന്നത് x³ ആണ്. 3 എക്സുകൾ ഇൻറ്റു ചെയ്യുമ്പോഴാണ് 125 കിട്ടുക. അപ്പോൾ ഒരു എക്സ് എത്രയാണെന്ന് നമുക്ക് കാണണമെങ്കിൽ ക്യൂബ് കാണണം, 125ൻ്റെ ക്യൂബ് റൂട്ട് കാണണം. അപ്പോൾ എക്സ് 5 എന്ന് വരും കേട്ടോ, 5 വരിക. അതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി x 5 ആണ് മൂല്യം. സ്റ്റെപ്പ് 1 സമവാക്യങ്ങളിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 2x 2 × 5 10 ആണ്, 3x 3 × 5 15, 5x 5 × 5 25 വരും. അപ്പോൾ 10 സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ, 25 സെൻറ്റിമീറ്റർ എന്നാണ് ചതുരപ്പെട്ടിയുടെ അളവുകൾ വരിക. ഇനി 9ാമത്തെ, മധ്യരേഖയുടെ മുകളിലെ ഭാഗം പാദമായി വരുന്ന ത്രികോണങ്ങളുടെ പരപ്പളവിൻ്റെ 1/2 ഭാഗമായിരിക്കും. അതിനാൽ താഴത്തെ 2 ത്രികോണങ്ങളുടെയും പരപ്പളവ് വലിയ ത്രികോണത്തിൻ്റെ പരപ്പളവിൻ്റെ ഈ 1/6 ഭാഗമാണ്. മുകളിലെ ത്രികോണത്തിന്റെ പരപ്പളവ് വലിയ ത്രികോണത്തിന്റെ പരപ്പളവിന്റെ 1/3 ഭാഗമാണ്. സോ 3ാമത്തെ ചിത്രത്തിലെ 3 ത്രികോണങ്ങളുടെയും പരപ്പളവ് വലിയ ത്രികോണത്തിന്റെ പരപ്പളവിന്റെ 1/3, 1/6, 1/6 ഭാഗങ്ങളാണ്. അടുത്തത് ദശാംശ രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് അതിനെ നമ്മൾ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതുക. 0.1 പറയുമ്പോൾ 1/10, അടുത്ത 1/100, 11/100, 101/1000, 101/10000. ഇനി അടുത്ത ചോദ്യത്തിൻ്റെ ആണ് കേട്ടോ ഇത്, ലാസ്റ്റ് 11ാമത്തെ ആണ്. 11ാമത്തെ അതിൻ്റെ ആൻസർ വരുന്നത് നമുക്ക് 11ാമത്തെ നമുക്ക് 1/10, 11/100 ഇങ്ങനെയാണ്. അപ്പോൾ നൽകിയിരിക്കുന്ന സംഖ്യകളും എന്നിങ്ങനെയുള്ള സംഖ്യകൾ 1/9 അടുത്തടുത്ത് വരുമെന്ന് തെളിയിക്കാനാണ്. അപ്പം നൽകിയിരിക്കുന്ന സംഖ്യകളും 1/9 തമ്മിലുള്ള വ്യത്യാസം ആദ്യം നമ്മൾ കാണണം. ഈ 1/9 - 1/10 ചെയ്യുമ്പോൾ 1/90, 1/9 - 11/100 ചെയ്യുമ്പോൾ 1/900, പിന്നെ 1/9 - 111/1000 ചെയ്യുമ്പോൾ 1/9000. ഇങ്ങനെ വ്യത്യാസങ്ങൾ കാണുക. ഓരോ ഘട്ടത്തിലും വ്യത്യാസം ഇതേപോലെ വരുമല്ലോ നമുക്ക്. എന്നിങ്ങനെയാണ് ഛേദം വലുതാകും തോറും ഭിന്നസംഖ്യയുടെ മൂല്യം കുറയുന്നു. വ്യത്യാസം 0 അടുക്കുന്നു. അതിനാൽ ഈ സംഖ്യകൾ 1/9 അടുത്തടുത്തേക്ക് വരുന്നു. വ്യത്യാസം 1/90, 1/900, 1/9000 എന്നിങ്ങനെ 0 അടുക്കുന്നതിനേക്കാൾ ഈ സംഖ്യകൾ 1/9 അടുത്തടുത്തേക്ക് വരുന്നു. അപ്പം ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ആൻസർ നമുക്ക് ഇതേപോലെയാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ദശാംശം നമ്മൾ കാണും. 1/9 പറഞ്ഞാൽ 0.1 ഇങ്ങനെ തുടർന്ന് വരും, തുടർച്ചയായിട്ട് വരും. 2/9 ആണെങ്കിൽ 0.2, 3/9 ആണെങ്കിൽ 0.3. ഇതിങ്ങനെ തുടർന്ന് വരുന്ന നമ്പറുകളായിരിക്കും. കണ്ടോ, എത്രയാണ്? 8/9 ആണെങ്കിൽ 0.88 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ അതിൻ്റെ ആൻസറുകൾ ഇങ്ങനെയാണ് വരിക കേട്ടോ. ഇതോ, ഇതൊക്കെ നിങ്ങൾക്ക് സ്കൂളിൽ ടീച്ചേഴ്സ് ഒരു മെത്തേഡ് പറഞ്ഞെന്നുണ്ടാവും. ആ മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾ ആ മെത്തേഡ് ഒന്ന് നോക്കുക കറക്റ്റായിട്ട്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. അപ്പോൾ ഇത്രയും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. തുടർന്ന് വാച്ച് ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.